നമസ്കാരം, സുഭാഷാറാണ്. നമ്മളിന്ന് +2 സേ ഇംപ്രൂവ്മെന്റുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. ഏറ്റവും പ്രയോജനമുള്ളത് മീൻസ് ഫെയിൽ ആയ ഒരു കുട്ടിക്ക് ഏറ്റവും എളുപ്പം മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതും ഉറപ്പുള്ളതുമായിട്ടുള്ള ചാപ്റ്ററാണ് വെക്ടർ. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ, പക്ഷെ എല്ലാം മറന്നുപോകും. നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഇത് ഓർക്കാൻ വലിയ പാടാണ്. പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അത് പഠിക്കുന്ന ബുദ്ധിമുട്ടൊന്നും വിടില്ല. പക്ഷെ ഓർത്തിരിക്കാൻ ഇത്തിരി പാടാണ്. നമ്മുടെ 2 ചോദ്യങ്ങളാണ്, വിലപിടിപ്പുള്ള 2 ചോദ്യങ്ങളാണ് കേട്ടോ. ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് എല്ലാ സബ്ജക്റ്റും പറ്റും കേട്ടോ. മാത്സ് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം പറ്റും. പക്ഷെ ഈ രീതിയിൽ കൂടെ പഠിക്കണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനെയും എങ്ങനെ ജയിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള തന്നുള്ള ക്ലാസ്, വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നിട്ട് അതിന്റെ ക്ലാസ്, നോട്ട്സ്, എക്സാമിന് വരുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തന്നുള്ളതാണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഈ വർഷം നമുക്ക് അടിപൊളിയായിട്ട് ആരും ഇനിയും തോക്കാൻ പാടില്ല, എല്ലാവരും ജയിച്ചിരിക്കണം എന്നുള്ള ഉറപ്പോടുകൂടിയുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ജയിപ്പിക്കാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ലാംഡ if the projection of A equal to lambda I plus j plus 4k to the vector B equal to 2i plus 6j plus 3k is 4 units. എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിന് ഈ വെക്ടറിലോട്ട് ടു ദ വെക്ടർ, ഈ വെക്ടറിലോട്ടുള്ള പ്രൊജക്ഷൻ 4 യൂണിറ്റ്സ് ആകണമെങ്കിൽ ലാംഡ ബേസിൽ ആരായിരിക്കണം? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു തീർക്കും, എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നൊന്നുള്ളതൊന്നും പിടികിട്ടാറില്ല. അത് ശരിയാണ്, നമുക്കിത് പരിചയക്കുറവാണ്. ഇതാണ് കേട്ടോ, ഫൈൻഡ് ദ വാല്യൂ ലാംഡ ഇഫ് പ്രൊജക്ഷൻ ഈസ് 4 യൂണിറ്റ്സ്. എങ്ങനെ? ഈ വെക്ടറിന് ഈ വെക്ടറിലോട്ടുള്ള പ്രൊജക്ഷൻ 4 യൂണിറ്റ്സ് ആവാൻ ലാംഡ എത്ര ആയിരിക്കണം? ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊജക്ഷന്റെ ഫോർമുല ഓർത്തിരിക്കണം. പ്രൊജക്ഷന് വേണ്ട ഓപ്പറേഷൻസ് എന്താണെന്നറിയാം, ഇതെല്ലാം മറന്നുപോകും. ഇതാ പ്രശ്നം. പ്രൊജക്ഷൻ കേൾക്കുമ്പോൾ രസമാണ്, പക്ഷെ ഇതിന്റെ ഫോർമുല അറിയാതെയോ അതിനുള്ളിലുള്ള ഓപ്പറേഷൻസ് അറിയാതെയോ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പ്രൊജക്ഷന്റെ ഫോർമുല എല്ലാം ശ്രദ്ധിച്ചിരിക്കുക. പ്രൊജക്ഷന്റെ ഫോർമുല A ഡോട്ട് ബി ബൈ മോഡുലസ് ബി. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് A ഓൺ ബി. ഒരു വെക്ടറിന് മറ്റൊരു വെക്ടറിലോട്ടുള്ള പ്രൊജക്ഷന്റെ ഫോർമുല A ഡോട്ട് ബി ബൈ മോഡുലസ് ബി. ഇവിടെ അത് എത്രയാണ് തന്നിട്ടുണ്ട്? 4 യൂണിറ്റ്സ്. എന്ന് പറഞ്ഞാൽ എന്താന്ന് കേട്ടോ, A ഡോട്ട് ബി ബൈ മോഡുലസ് ബി ഈസ് ഈക്വൽ ടു 4. ഇതാണ് അവർ തന്നേക്കുന്ന വാല്യൂ. ഇതാണ് നമുക്ക് പ്രൊജക്ഷന്റെ ഫോർമുല. അതിൽ കൂടെ കിട്ടുന്ന ആൻസർ 4 ആയിരിക്കണം. അതിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡയുടെ പ്ലേസിൽ ആരായിരിക്കണം? അപ്പൊ നമുക്ക് A ഡോട്ട് ബി വേണം, മോഡുലസ് ബി വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ A ഡോട്ട് ബി ഞാൻ അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ചിലർക്ക് ഇപ്പൊ A ഡോട്ട് ബി അറിയാം, ചിലർക്ക് ഇത് അറിയത്തതേ ഇല്ല, എന്താന്ന് പോലും അറിയത്തില്ല. A ഡോട്ട് ബി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ചെയ്യണം? A ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെക്ടർ എഴുതണം, ലാംഡ ഐ പ്ലസ് ജെ പ്ലസ് 4k. ഓക്കെ, അടുത്ത ബി 2i പ്ലസ് 6j പ്ലസ് 3k. ഇതാണ് A ഡോട്ട് ബി എന്ന് പറയുമ്പോൾ 2 വെക്ടറുകൾ ഇടയ്ക്ക് ഒരു കുത്തിടുക. കുത്തെന്ന് പറഞ്ഞാൽ ഡോട്ടാണ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡോട്ട് എടുക്കുന്നതെന്ന് അറിയണം. ഇവിടുന്ന് ഐയുടെ കൂടെ ആരാമനെ ലാംഡ, ഇവിടുത്തെ ഐയുടെ കൂടെ ആരാമനെ 2. ഐയുടെ കൂടെ ഉള്ളവർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇവിടത്തോടെ ഐയുടെ ലാംഡ, അവിടെ 2. അപ്പം ലാംഡ ഇൻറ്റു 2 പ്ലസ് അടുത്ത് ഇവിടുത്തെ ജെയുടെ ആരും ഇല്ലല്ലോ, 1 ഉണ്ട്. ആരും ഇല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ 1 ഉണ്ട് കേട്ടോ. അവിടുത്തെ ജെയുടെ കൂടെ 6 ഉണ്ട്, പിന്നെ 1 ഇൻറ്റു 6. ലാസ്റ്റ് കെയുടെ കൂടെ ഇവിടെ 4k, അപ്പൊ 4 ആ. ഇവിടുത്തെ 3k, അപ്പൊ ഇവിടെ 3 ആ. കെ ഒന്നും എടുക്കരുത് കേട്ടോ, കൂടുള്ള നമ്പറിനെ എടുക്കാവുള്ളൂ. ദാറ്റ് ഈസ് 4 ഇൻറ്റു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലാംഡ പ്ലസ് 6 പ്ലസ് 3. ആൻസർ 2 ലാംഡ പ്ലസ് 9. ഇതാണ് നമുക്ക് കിട്ടുന്ന A ഡോട്ട് ബി. അപ്പൊ ഈ A ഡോട്ട് ബിയുടെ പ്ലേസിൽ അവനെ പിടിച്ച് അങ്ങോട്ട് എഴുതണം. ഇനി മോഡുലസ് ബി, ഹൗ ടു ഫൈൻഡ് ദ മോഡുലസ് ഓഫ് എ വെക്ടർ ദാറ്റ് ക്യാൻ ബി റൂട്ട് ഓഫ്. റൂട്ടിനുള്ളിൽ 3 പേരുടെ സ്ക്വയറുകൾ പ്ലസ് ചെയ്യണം. 3 പേരുടെ സ്ക്വയറുകൾ പ്ലസ് ചെയ്യണം. ആരൊക്കെയാ നമുക്ക് വേണ്ടത്? ലാംഡ ബി ഇവനെ ബി, ഇവിടുത്തെ ബി എന്ന് പറയുന്ന വെക്ടർ ഇവനാണല്ലോ വേണ്ടത് അല്ലേ. ഇവിടുത്തെ കാണുന്ന ഈ 2ന്റെ സ്ക്വയർ, ഈ 6ന്റെ സ്ക്വയർ, ഈ 3യുടെ സ്ക്വയർ. ഐജേക്ക് ഒന്നും എടുക്കരുത് കേട്ടോ, 2ന്റെ സ്ക്വയർ മാത്രം എടുക്കണം. ദാറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് അടുത്താരാ 6 സ്ക്വയർ പ്ലസ് അടുത്താരാ 3 സ്ക്വയർ. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് എളുപ്പമാണെന്ന് തോന്നില്ലയോ? വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്തൊക്കെ ഇതെല്ലാം എളുപ്പമാണ്. എന്ത് മറന്നു പോകാൻ, അത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം
നമ്മൾ കാണുന്നതാണ്. എളുപ്പമാണെന്ന് തോന്നുന്നത് എല്ലാം എളുപ്പം മറന്നു പോകും, പക്ഷെ പഠിക്കാൻ എളുപ്പമാണെന്നേ ഉള്ളൂ, ഉടനെ മറന്നു പോകാനും എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ഇത് ചെയ്ത് പഠിച്ചാൽ നമുക്ക് മറന്നു പോകാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് എളുപ്പമാണ്, തന്നെ ഞാൻ ചെയ്തോളാം, തന്നെ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോവും, അറിയത്തുമില്ല. ഇങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 square 4, 6 square 36, 3 square 9, root of 49. Answer is 7. Okay. മോനെ 4 36 40 49 49 റൂട്ട് എടുക്കുമ്പോൾ 7 എല്ലാം കിട്ടി. അത് ഇതിവിടെ കൊടുക്കാം. അപ്പൊ എ ഡോട്ട് ബിക്ക് പകരം 2 ലാംഡ പ്ലസ് 9 ബൈ മോഡൽസ് ബിക്ക് 7 ഈക്വൽ എത്ര മോനെ 4. ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ നോക്കിക്കാൻ മോനെ 2 ലാംഡ പ്ലസ് 9 ഈക്വൽ എത്രയാണ് 28. ഓക്കെ, അവിടുന്ന് 2 ലാംഡ ഈക്വൽ 28 മൈനസ് 9. ദാറ്റ് ഈസ് 2 ലാംഡ ഈസ് ഈക്വൽ ടു 19. 2 ലാംഡ 19 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു 19/2. ഇത്ര ഇട്ടാൽ മതി കേട്ടോ. അല്ല ഡിവൈഡ് ചെയ്ത് പോയിന്റ് നോക്കണ്ട. 19/2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, തീർന്നു. അപ്പോൾ അവനെ കഴിഞ്ഞു. നെക്സ്റ്റ് മറ്റൊരു അടിപൊളി ക്വസ്റ്റ്യൻ. ഫൈൻഡ് പി ഇഫ് ദ വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ എന്താണ് പാരലൽ. ചിലപ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും എല്ലാവരും പഠിച്ചുകൊണ്ട് പോകുന്നത്, പക്ഷെ എക്സാമിൽ വെക്കുമ്പോൾ പാരലാണ് കേട്ടോ. പെർപെൻഡിക്കുലറിനേക്കാൾ ഇത്തിരി ഈസിയാണ് പാരലൽ, ഇത്തിരി. പക്ഷെ ഓർത്തിരിക്കണം, ഈ പാരലാന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. ഈസിയാണെന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കിതറിയണ്ടായോ? അത് നോക്കിയിരിക്കണം. ഇപ്പൊ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എയും ബിയും തമ്മിൽ എന്താണ് മോനെ പാരലാണ്. എന്നാൽ ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഇതേപോലെ പാരലാണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതാണ് ഓർത്തിരിക്കുന്നത്. രണ്ട് വെക്ടേഴ്സ് പാരല. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ റേഷ്യോസ് ഓഫ് ദ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഓഫ് ഐ ജെ കെ ആർ ഈക്വൽ. അപ്പൊ ഏതായാലും നോക്കിയാണ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐയുടെ കൂടെ ആരാമനെ 3 അല്ലയോ, ഇവിടുത്തെ ഐയുടെ ആരാമനെ 1. അപ്പം 3/1 ഈക്വൽ ടു ജെയുടെ കൂടെ ഇവിടെ 2 ആ, ഇവിടുത്തെ ജെയുടെ കൂടെ പി ആ. അപ്പൊ 2/p ഉണ്ടല്ലോ. ഈ 2 ജെയുടെ കൂടെ, ഇവിടുത്തെ ജെയുടെ കൂടെ പി. അപ്പൊ 2/p. അടുത്തത് 9/3. ഈ കെയുടെ കൂടെ 9, ഇവിടുത്തെ കെയുടെ 3. ഇങ്ങനെ എഴുതാമെന്നാണ് അർത്ഥം. ഇതെന്ത് എളുപ്പമായിരുന്നു എഴുതാൻ. അവിടെയുള്ള നമ്പറുകള് താഴെ മണ്ടയ്ക്ക് എഴുതുന്നില്ലയോ. പക്ഷെ ഓർക്കണ്ട, ഇതാണ് എഴുതേണ്ടതെന്ന്. ഇത് എഴുതണമെന്ന് പഠിച്ചിരുന്നെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ഈസിയാണ് എഴുതേണ്ട കാര്യം, പക്ഷെ അത് ഓർത്തിരിക്കാൻ ഇത്തിരി ടഫാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 പേരില്ലയോ, നമുക്ക് 2 പേരെ ഇക്വേറ്റ് ചെയ്യാം. ഇത് മതി. അല്ലെങ്കിൽ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒന്നിൽ ഇതേ ഈക്വൽ ചെയ്ത, അല്ലെങ്കിൽ ഇതേ ഈക്വൽ. ഞാൻ ഫസ്റ്റ് സെക്കൻഡ് എടുക്കാം. 3/1 ഈസ് ഈക്വൽ ടു ആരാമനെ 2/p. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എത്ര കിട്ടും നോക്കിയേ? 3p അല്ലേ? 3p ഈക്വൽ ടു 2 ഓർ p ഈസ് ഈക്വൽ ടു നോക്കിയേ 3p ഉണ്ടല്ലോ. 3p ഈക്വൽ ടു therefore p ഈക്വൽ ടു 2/3. ഇതാണ് തീർന്നു. പ്രോബ്ലം തീർന്നു കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കിയേ, ഇവിടെ 3i, ഇവിടെ 2j, ഇവിടെ 9k, ഇവിടെ i പ്ലസ് pj പ്ലസ് 3k. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സുകൾ നമുക്ക് പാരലൽ ആവാൻ ഈ p യുടെ പ്ലേസിൽ ആര് വരണം എന്നർത്ഥം 2/3. അത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മുന്നോട്ട് പഠിക്കാൻ ഈസിയാണ്. നമുക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നും. നിങ്ങൾ എന്താ പഠിക്കാത്തത്? പലതും മനസ്സിലാവാറില്ല. അപ്പൊ അവിടെ വെച്ച് നിർത്തും. വീട്ടുകാർ അറിയുന്നില്ല നിങ്ങൾ പഠിക്കുന്നില്ല എന്ന്. നിങ്ങൾ കയറിയിരിക്കുക, പക്ഷെ നിങ്ങൾ പഠിക്കാതിരിക്കുന്നതെന്ന് അവരെ അറിയുന്നില്ല. നിങ്ങൾക്ക് മാത്രമേ അറിയുന്നുള്ളൂ. ഞാൻ നിർത്തിയേക്കോ പഠിത്തം, എനിക്ക് മനസ്സിലാവുന്നില്ല. പലതും വീട്ടിൽ പറയാറില്ല. അങ്ങനെ എക്സാമിനെത്തും, നമ്മൾ ഫെയിൽ ആവും. ഇനി അതങ്ങനെ ഉണ്ടാവരുത്, ജയിക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്ത് ഫോളോ ചെയ്തോണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എക്സാമിനോട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.